ടി വിയിലൊക്കെ പരസ്യം കാണാറില്ല, ധനവാനാകാൻ വേണ്ടി ഈ മോതിരം ധരിക്കൂ, അല്ലെങ്കിൽ ഈ മാലയുടെ ലോക്കറ്റ് ഇടൂ എന്നൊക്കെ പറഞ്ഞ് ചില കാണാറുണ്ട്. വൈരമാണ് അല്ലെങ്കിൽ ഡയമണ്ടാണ്, വൈഡൂര്യമാണെന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെയൊക്കെ വാങ്ങിക്കാറുണ്ടോ നിങ്ങൾ? ചില മോതിരങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ആ മോതിരം നമ്മുടെ അഭിവൃദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കും, ബിസിനസ്സൊക്കെ ഇങ്ങനെ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ മോതിരങ്ങളൊക്കെ വാങ്ങിച്ചിടാറുണ്ടോ നിങ്ങൾ? എന്നാൽ എൻ്റെ ഒരു ഫ്രണ്ടേ, ഇപ്പം അവളത് കാണുന്നുണ്ടാവും, സാരമില്ല, ഇതുപോലെ ഇപ്പോഴല്ല, ഒരു 6-7 വർഷം മുമ്പ് ഇതുപോലത്തെ ഇപ്പോൾ ടി വിയിൽ ആ പരസ്യമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ടി വിയിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആരും കാണുന്നില്ല, അതുകൊണ്ട് അറിയണുണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു മോതിരം വാങ്ങിച്ചു. ആ മോതിരം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ശരിക്കും ബിസിനസ്സാണ് അയാൾക്ക്. വീടൊക്കെ വെച്ചു, വീട് വെച്ച് കടവും കടത്തിൻ്റെ മുകളിലൊക്കെ ആയി ബിസിനസ്സാകെ. കാരണം വീടൊക്കെ വെച്ചതോടുകൂടി പകുതി പൈസയും തീർന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവർ ഈ മോതിരം വാങ്ങിച്ചു. പോസ്റ്റ് വഴിയാണ് വന്നത്. അന്ന് എത്രയോ 7500 രൂപ എങ്ങാണ്ടാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. മോതിരം വാങ്ങിച്ചിട്ടിട്ട് ഞങ്ങൾ തമ്മിൽ, പക്ഷെ എനിക്കത് അറിയില്ല, അന്ന് വാങ്ങിച്ച സമയത്തൊന്നും പുള്ളിക്കാരി ഇത് പറഞ്ഞില്ല. പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് അവസാനം വീട് വിറ്റു. വീട് വിറ്റ് കടം വീട്ടി, പിന്നെ അവർ വാടക വീട്ടിലേക്ക് തന്നെ പോവുകയൊക്കെ ചെയ്തത്. അപ്പോഴാണ് അവർ പറയണത്, എൻ്റെ പൊന്നു മോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ ഇങ്ങനെ ഒരു മോതിരം വാങ്ങിച്ചു, ആ മോതിരം വാങ്ങിച്ചേ പിന്നെ ഞങ്ങൾ കീഴ്പോട്ടേക്കാണെന്നും പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവളുടെ വിചാരം എന്താ അറിയോ, ആ മോതിരം ഇട്ടേ പിന്നെയാണ് കൂടുതൽ താഴ്ചയിലേക്ക് പോയി എന്നാണ്. ബിസിനസ് അല്ലെങ്കിൽ കുറച്ച് താഴോട്ടായിരുന്നു, വീണ്ടും താഴോട്ട് വന്നത് ആ മോതിരത്തിൻ്റെ പേരും പറഞ്ഞാണ് അവളന്ന് അങ്ങനെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് പറയട്ടെ, എൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. ഇപ്പോൾ ആ മോതിരം ധരിച്ചത് കൊണ്ട് പൈസ ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ മോതിരം ഇട്ടത് കാരണം ഉള്ള പൈസ പോയിന്നോ ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല കേട്ടോ. നമ്മൾ പണിയെടുത്താലേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു മോതിരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സമ്പത്ത് വരികയാണെങ്കിൽ എന്തെളുപ്പമായി, പണിക്ക് പോകണ്ടല്ലോ, ആ മോതിരം വാങ്ങിച്ചങ്ങ് ഇട്ടാൽ പോരെ. ഇതിലൊക്കെ പോയി വീഴുകയാണല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്ന ആൾക്കാർ. ചില കല്ലുകൾ, ചില നവരത്നങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ട് നല്ലതാണ്, ഐശ്വര്യമാണെന്ന്. അത് ശരിയായിരിക്കാം, പക്ഷെ നമ്മൾ പണിയെടുക്കണം. അധ്വാനിക്കാതെയൊന്നും നമുക്ക് പൈസ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അതെന്താ ചിന്തിക്കാത്തയോ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവൾ പറയുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ആ മോതിരം ധരിച്ച പിന്നെ അവൾ ബിസിനസ് താഴ്ത്തു പോയി. ഒരിക്കലും അല്ല. ഞാൻ ഏകദേശം പറയുകയാണെങ്കിൽ ഞാൻ കണ്ട് മുട്ടുമ്പോൾ തൊട്ട് അതിന് 2 വർഷം മുമ്പേ അവർ കുറച്ച് ഡൗൺ ആയിരുന്നു. ഇതൊക്കെ ജീവിതത്തിൽ ഉള്ളതല്ലേ. ബിസിനസ്സാണെങ്കിൽ താഴേക്കും മുകളിലേക്കും ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. ചില സമയത്ത് നമുക്ക് നല്ലൊരു കയറ്റം ഉണ്ടാവും, ചില സമയത്ത് ഇറക്കം ഉണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഒന്നും കൂടി ബാധ്യതയിലേക്ക് വരികയാണ് നമ്മൾ. അതാരും ചിന്തിക്കണില്ല. പിന്നെ ഇത്രയും കടങ്ങളും ലോണുകളും അല്ലെങ്കിൽ ബിസിനസ് തകർച്ചയായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ വീട് പണിയരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ലോണുണ്ട്, ബിസിനസ്സാകെ ഡൗൺ ആയിട്ട് ഇരിക്കുന്നു, അതിനിടയ്ക്ക് വീട് പണിയും കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം കടത്തിലേക്കായി പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ചിന്തിക്കുക, അവിടെയൊക്കെ നമ്മുടെ ചിന്തയാട്ടോ ശരിക്കും പറഞ്ഞാൽ. അതിന് വേണ്ടത് എന്താ, ദൈവാധീനം വേണം. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് പണം വരുന്നതും പോണതും ഒക്കെ ദൈവാധീനത്തിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ചിലവരുണ്ട് നമുക്ക് ധനം വർദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൂജകൾ ഒരുപാട് ചെയ്ത് വഴിപാടുകൾ ചെയ്ത് കുറേ അങ്ങനെ അമ്പലങ്ങളിലും ഒരു വഴിപാടായിട്ടും കുറേ പൈസ കൊണ്ടുപോയി കളയും. പക്ഷെ അതിലൊക്കെ ഞാൻ അങ്ങനെ അത്ര ആഴത്തിൽ അങ്ങനെ പറയണമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഒന്നുമില്ല. നമ്മൾ വരുത്തി വെക്കണത് അത് ഏത് ദൈവങ്ങൾ വിചാരിച്ചാലും മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. കാരണം ദൈവങ്ങൾ നമുക്ക് ഒരു വഴി തുറന്ന് തരും, നമുക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു വഴി കാണിച്ച് തരികയും ചെയ്യും. നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ശ്രദ്ധ മുഴുവനും നമ്മുടെ അധ്വാനം മുഴുവനും അതിൽ പ്രയോഗിച്ചാലാണ് നമുക്ക് അതിൽ നിന്ന് കരകയറി വരാൻ പറ്റുള്ളൂ. പിന്നെ ഈ സത്യവും ധർമ്മവും മാത്രം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് വാക്സാമർത്ഥ്യവും വേണം, കുറച്ചൊക്കെ നിലനിൽപ്പിന് കുറച്ചൊക്കെ അത് ആവശ്യമാണ്. പിന്നെ ചില സ്ഥലത്ത് നമ്മൾ കുറച്ച് വക്രബുദ്ധിയൊക്കെ പ്രയോഗിച്ചാലേ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. അതിന് വാക്സാമർത്ഥ്യം ഉണ്ടെങ്കിലേ ഈ വക്രബുദ്ധി എന്നുള്ള സംഭവമൊക്കെ തെളിഞ്ഞു വരുള്ളൂ. പിന്നെ ഈ പണം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ മോതിരം വാങ്ങിച്ചും ലോക്കറ്റ് ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ പൂജകളും വഴിപാടുകളും ചെയ്തുകൊണ്ടോ ഒരു കുറച്ചൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ അധ്വാനവും കൂടി കൂട്ടത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ഒന്ന് നേട്ടം കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. ഈ ആരെങ്കിലും പറയണത് കേട്ട് ഓടിച്ചെന്ന് അത് വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധനവർദ്ധനവ് ഉണ്ടാകും. അല്ലെങ്കിൽ അത് കഴുത്തിലിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കയ്യിലിട്ടുകൊണ്ട് കഴിഞ്ഞാൽ, വിരലിലിട്ടുകൊണ്ട് നടന്നാൽ നമുക്ക്
ബിസിനസ് മെച്ചപ്പെടും എന്നൊക്കെ പറഞ്ഞ് അന്ധമായ വിശ്വാസമാണ് അതൊക്കെ. അതിന് പുറയിലൊക്കെ പോയി വെറുതെ സമയം കളയാം, ആ പൈസയും കൂടി പോയി കിട്ടുന്നേ ഉള്ളൂ. കുറച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇത്രയും ലോകം വളർന്നില്ലേ, ഈ ലോകം ഇത്രയും വളർന്നിട്ട് നമ്മൾ വീണ്ടും ഈ അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് അർത്ഥമുള്ളത്? നമ്മൾ ഈ ലോകത്തെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ശരിക്കും. അതൊരിക്കലും ചെയ്യരുത്. നമ്മൾ പണിയെടുക്കണം. പണിയെടുത്താലേ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ പണത്തിൽ നിന്ന് ഒരു പങ്ക് നമ്മൾ മാറ്റി വെച്ചാലേ നാളത്തേക്ക് നമുക്ക് എന്തെങ്കിലും കുറച്ച് മിച്ചം വെച്ചാലേ നാളത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ പണമൊക്കെ വേണമെങ്കിൽ, ഈ പണമൊക്കെ നമുക്ക് കിട്ടാനും അധ്വാനം ചെയ്യാനും നമുക്ക് ആരോഗ്യം വേണം. ഇതിനൊക്കെ വേണ്ടത് ദൈവാധീനമാണ്. ആ ദൈവാധീനം എന്നുള്ളത് വേണമെങ്കിൽ നമ്മൾ നിത്യം പ്രാർത്ഥിക്കുക. അരമണിക്കൂറെങ്കിലും നമ്മൾ രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അന്നത്തെ ദിവസം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നും അതിരാവിലെ എണീറ്റ് ഒരു അരമണിക്കൂർ മതി. ഉദയത്തിന് മുമ്പ്, അതായത് സൂര്യോദയത്തിന് മുമ്പ് അരമണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാലോ. ആരോഗ്യമായിട്ടും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് പ്രാർത്ഥിച്ച് നേടാൻ പറ്റും. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ആ പ്രാർത്ഥനയിലൂടെ ആകുമ്പോൾ നമുക്ക് ദൈവാധീനം ഉണ്ടാകും. ആ ദൈവാധീനത്തിലൂടെ നമുക്ക് പണം ഉണ്ടാക്കാനുള്ള വഴികൾ തുറന്നു വരും. അങ്ങനെ ആ പണം കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ഭാഗം മിച്ചം വെച്ച് നമുക്ക് നാളത്തേക്ക് എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റും. പിന്നെ ഈ നമ്മൾ സമ്പാദിച്ചതൊക്കെ നിലനിൽക്കണ്ടേ? ആ നിലനിൽക്കണമെങ്കിലും ദൈവാധീനം വേണം. നമ്മൾ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി നമ്മൾ കുറച്ചൊക്കെ മാറ്റി വെച്ച് മിച്ചം വെച്ച് കഷ്ടപ്പെട്ട് എന്താ പറയുന്നത്, കുറച്ച് അധികം ചിലവാക്കാതെ ധൂർത്തടിക്കാതെ അനാവശ്യമായിട്ട് ചിലവാക്കാതെ ആയിരിക്കും നമ്മൾ ഓരോ പൈസയും മാറ്റി വയ്ക്കുന്നത്. ആ പൈസ ശാശ്വതമായിട്ട് നിലനിൽക്കണമെങ്കിലും ഈ പറഞ്ഞ ദൈവാധീനം തന്നെ വേണം കേട്ടോ. അല്ലാതെ ഒന്നും നമുക്കൊന്നും നേടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ മോതിരത്തിൻ്റെ പുറകെയോ അല്ലെങ്കിൽ ലോക്കറ്റിൻ്റെ പുറകെയോ പോയി സമയം കളയാതെ ആ സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ആ പൈസ എടുത്ത് മാറ്റി വയ്ക്കുക. ആ പൈസ നമുക്ക് നാളത്തേക്ക് എന്തെങ്കിലും ഉപയോഗപ്പെടുമെന്ന് ചിന്തിക്കുക. അപ്പോൾ ഇന്ന് ഇത്രയും മതി കേട്ടോ. നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വരാം. അതുവരെ എല്ലാവർക്കും